റോണി കെ ബേബി, താങ്കളുടെ രാഷ്ട്രീയ കക്ഷി കോൺഗ്രസ് ഇതിന് സമാന്തരമായി ഇങ്ങനെ ഈ അന്വേഷണം ഈ SIR മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെതിരാണ് സർവകക്ഷി യോഗത്തിൽ ആ അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നു. അതിൻ്റെ ഫലം എന്ന് മനസ്സിലാക്കാവുന്ന തരത്തിൽ, വായിക്കാവുന്ന തരത്തിൽ BJPയുടെ പ്രതിനിധി അംഗീകരിക്കുന്നില്ല എങ്കിൽ പോലും അങ്ങനെയാണത് പരക്കെ വായിക്കപ്പെടുന്നത്. ഒരാൾ ജീവനൊടുക്കിയിരിക്കുന്നു. അങ്ങ് രാജസ്ഥാനിലും ഒരാൾ ജീവനൊടുക്കിയിട്ടുണ്ട്, നമ്മുടെ നാട്ടിൽ ഒരാൾ ജീവനൊടുക്കിയിരിക്കുന്നു, 2 പേർ കുഴഞ്ഞു വീണ ആശുപത്രിയിലായിരിക്കുന്നു. ആ പ്രക്രിയ ഈ പറഞ്ഞ വേഗത്തിൽ പൂർത്തിയായിട്ടില്ല, എല്ലാവരും തൊഴിൽ സമ്മർദ്ദത്തിലാണ് എന്ന മട്ടിൽ തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ. ഈ രീതിയിൽ ഇത് മുന്നോട്ട് പോകണം എന്നൊരഭിപ്രായം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ടോ? താങ്കളുടെ രാഷ്ട്രീയ കക്ഷിയുടെ ഒരു നിർദ്ദേശം എന്ന നിലയ്ക്ക് ഇതൊന്നും മാറ്റിവെക്കണം, ഇതിൻ്റെ വേഗതയൊന്ന് കുറയ്ക്കണം, ഇതിൻ്റെ അന്തിമ തീയതി അല്പം നീട്ടിവെക്കണം എന്നൊരഭിപ്രായം മുന്നോട്ട് വയ്ക്കാൻ താങ്കൾക്ക് കഴിയുമോ? ഇവിടെ അന്തിമ തീയതി നീട്ടിവെക്കണം എന്നല്ല ഞങ്ങളുടെ അഭിപ്രായം. ഈ SIR തന്നെ വേണ്ട എന്നതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അസന്നിഗ്ധമായിട്ടുള്ള ശക്തമായിട്ടുള്ള നിലപാട്. ഇപ്പോൾ SIR എന്ന ഓമനപ്പേരിൽ നമ്മളിപ്പോൾ നടപ്പാക്കുന്ന സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം, ഇന്ത്യ മഹാരാജ്യത്ത് 2002 മുമ്പ് 8 തവണ ഇതുപോലെ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടന്നിട്ടുണ്ട്. അന്നൊന്നും ആരും ഇതിനെക്കുറിച്ച് അധികം ചർച്ച ചെയ്തിട്ടില്ല. അതൊരു സ്വാഭാവിക പ്രക്രിയയായി. കാരണം 2 തെരഞ്ഞെടുപ്പുകൾക്കിടയിലുള്ള സമയം 5 വർഷമാണ്. ആ 5 വർഷത്തിനിടയിൽ ഒരുപാട് സമയമെടുത്ത് പരാതികളൊക്കെ കേട്ട് വളരെ സത്യസന്ധമായി സുതാര്യമായി ആർക്കും ഒരു സമ്മർദ്ദവുമില്ലാതെ ഒരു ടെൻഷനും ഇല്ലാതെ ഇത് നടപ്പാക്കും. പക്ഷെ ഇപ്പോൾ ഈ 2025 വന്നപ്പോൾ ഇത് നടപ്പാക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും എതിർപ്പ് ഇതിനെതിരെ ഉയരുന്നത്? കാരണം ഇതിന്റെ അകത്ത് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ അജണ്ടകൾ കടന്നുകൂടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് 3 മാസങ്ങൾക്ക് മുമ്പ് SIR ആരംഭിക്കാൻ വേണ്ടി, കൃത്യമായി പറഞ്ഞാൽ 2025 ജൂൺ മാസം 24-ാം തീയതിയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവിടെ ഈ SIR നടപടിക്രമങ്ങൾ ആരംഭിക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചത്. ഇപ്പോൾ അത് ആദ്യം ബീഹാറിൽ തുടങ്ങി. ഇപ്പോൾ നമുക്കറിയാം, അത് സുപ്രീം കോടതിയിൽ പലതവണ ചോദ്യം ചെയ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വെച്ച മാനദണ്ഡങ്ങളിലും ഒക്കെ വലിയ മാറ്റങ്ങൾ വരുത്തി സുപ്രീം കോടതിയുടെ ഇടപെടൽ മൂലം സാധാരണക്കാരന്റെ കയ്യിലുള്ള അവന്റെ തെളിവുകളായിട്ടുള്ള ആധാർ കാർഡും റേഷൻ കാർഡ് പോലും ആദ്യം അംഗീകരിക്കാത്ത അവസ്ഥയുണ്ടായി. ഒഴിവാക്കപ്പെടുന്ന പേരുടെ പേര് ഇലക്ഷൻ കമ്മീഷൻ ആദ്യം പ്രസിദ്ധീകരിക്കില്ല എന്ന നിലപാടെടുത്തു. അവസാനം സുപ്രീം കോടതി എന്ത് കാരണത്താലാണ് അതെല്ലാം ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ പ്രസിദ്ധീകരിക്കണം, എന്ത് കാരണം കൊണ്ടാണ്, ആരെയൊക്കെയാണ് ഒഴിവാക്കിയത് എന്ന് അവരുടെ പേരുകൾ സഹിതം എന്നൊക്കെ നമ്മൾ കണ്ടു. എന്നിട്ടും അവിടെ നടപ്പാക്കിയ SIR സുതാര്യമായിരുന്നില്ല. 48 ലക്ഷത്തോളം ആളുകൾ അത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ട് ചെയ്ത് ഇപ്പോൾ 1.5 വർഷം പിന്നിട്ടപ്പോൾ 48 ലക്ഷം ആളുകൾ തന്നെ മരണപ്പെട്ടു പോയി, തലമാറിപ്പോയി എന്നൊന്നും പറഞ്ഞാൽ അതൊന്നും വിശ്വാസയോഗ്യമല്ല. ഈ ബീഹാർ തെരഞ്ഞെടുപ്പിൽ അതിന്റെ ഫലം കണ്ടു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ മഹാസഖ്യം വിജയിച്ച 75 സീറ്റുകൾ ഇത്തവണ പരാജയപ്പെട്ടു. ആ 75 സീറ്റുകളിൽ ഈ വിന്നിംഗ് മാർജിനേക്കാൾ കൂടുതലാണ്, അല്ലെങ്കിൽ BJPയുടെ മുന്നണി സ്ഥാനാർത്ഥികൾ ജയിച്ചതിനേക്കാൾ കൂടുതൽ വോട്ടുകളാണ് അവിടെ SIR. ആ വിശദാംശങ്ങളിലേക്ക് പോകാതെ ഇപ്പോ ഇവിടെ അത് മാറ്റിവെക്കണം എന്നാണ് താങ്കളുടെ രാഷ്ട്രീയ കക്ഷിയുടെ, ഇത് നടപ്പാക്കരുത് എന്നാണ് താങ്കളുടെ രാഷ്ട്രീയ കക്ഷിയുടെ അഭിപ്രായം, അതിൽ സംശയമില്ല. പക്ഷെ അത് ആരംഭിച്ചിരിക്കുന്നു. അത് 2 ആഴ്ച അതിന് സമയം കൊടുത്തുകൊണ്ട് ഉദ്യോഗസ്ഥരെ സമ്മർദ്ദത്തിലാക്കിയതിൻ്റെ എന്ന് കരുതാവുന്ന വിധത്തിലുള്ള സാമൂഹ്യ ദുരന്തങ്ങൾ നമുക്ക് മുന്നിൽ സംഭവിക്കുന്നു. അത് മാറ്റിവെക്കാനുള്ളൊരു ചർച്ചയാണ് നമ്മൾ ഇപ്പോൾ നടത്തുന്നത്. ആ നിലപാട് അവിടെ നിൽക്കട്ടെ, അതിലേക്കൊന്ന് വരൂ. ഈ കമ്മീഷൻ ഇപ്പോൾ എന്ത് ചെയ്യണം? കമ്മീഷന് മുമ്പാകെ നമ്മുടെ സമൂഹത്തിൻ്റെ, കേരളീയ സമൂഹത്തിൻ്റെ ആവലാതികൾ അവതരിപ്പിക്കുകയാണെങ്കിൽ ഈ രാത്രി കോൺഗ്രസിൻ്റെ ശബ്ദം എന്തായിരിക്കും? ഈ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അത് ഇപ്പോൾ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്ന ഏകദേശം 35,000-ഓളം BLOമാരാണ് കേരളത്തിലെ ബൂത്ത് ലെവൽ ഓഫീസേഴ്സ്. നേരത്തെ ആയിരുന്നെങ്കിൽ ഈ ജോലി ചെയ്തിരുന്നത് നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ അംഗൻവാടി ടീച്ചർമാര്, ആശാ വർക്കർമാര്, അല്ലെങ്കിൽ അവിടെയുള്ള പ്രധാനപ്പെട്ട നമുക്കറിയാം ഈ പറയുന്ന ആളുകളായിരുന്നു. അവർക്ക് ഓരോ വീടുകളും കൃത്യമായിട്ട് അറിയാം. കാരണം ഈ ആശാ വർക്കർമാരൊക്കെ കൃത്യമായി തന്നെ എല്ലാ ദിവസവും എന്നവണ്ണം തന്നെ ഈ വീടുകളിലൊക്കെ എത്തും. ആ വീടിന്റെ വിശദാംശങ്ങളൊക്കെ അറിയാൻ പറ്റും. പക്ഷെ അവരെ എല്ലാം ഇതിനകത്ത് ഒഴിവാക്കി, അംഗൻവാടി ടീച്ചർമാരെയും എല്ലാം ഒഴിവാക്കിയിട്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ, ഞാൻ പഠിപ്പിക്കുന്ന എന്റെ കോളേജിലെ തന്നെ ഏകദേശം 10ഓളം ജീവനക്കാരെ ഈ BLO ഡ്യൂട്ടി എടുത്തിട്ടുണ്ട്. അവരൊന്നും ആഗ്രഹിച്ചെടുത്തതല്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അവർ തന്നെ അത്ഭുതപ്പെട്ടു പോയി.
അവര് പോലും താമസിക്കുന്ന ബൂത്തുകളിലല്ല അവർക്ക് BLO ഡ്യൂട്ടി കിട്ടിയിരിക്കുന്നത്. അവര് താമസിക്കുന്ന ബൂത്തുകളിൽ നിന്നും കുറെ മാറി ഒരു പരിചയമില്ലാത്ത ബൂത്തുകളിൽ അവർക്ക് BLO ഡ്യൂട്ടി കിട്ടിയിരിക്കുക. അവർക്ക് ഈ വീടുകൾ എവിടെയാണെന്ന് അറിയില്ല, ഈ വീട്ടിലുള്ള ആളുകൾ ആരാണെന്ന് അറിയില്ല, അവിടെ Yes. താമസിക്കുന്ന ആളുകൾ ആരാണെന്ന് അറിയില്ല. യെസ്. അപ്പോൾ അവർക്ക് വലിയ ഇത് ഞാൻ വളരെ സത്യസന്ധമായി പറയുക, ഞാൻ അവരിൽ നിന്നും ഞാൻ ന്യൂസ് പേപ്പറിൽ വായിച്ചോ ചാനലിലെ വാർത്തകൾ കേട്ടോ അല്ല ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. എന്റെ കൂടെയുള്ള എന്റെ സഹപ്രവർത്തകർ അവർ പങ്കുവെച്ച്, കാരണം ഒന്ന് അവർ ചോദിച്ചിട്ടല്ല BLO ജോലി നൽകിയത്. മാഷേ, അതുകൊണ്ട് എന്ത് ചെയ്യണം ആ നിർദ്ദേശത്തിലേക്ക് വരൂ. ഇത് വളരെ കൃത്യമായി തന്നെ നമ്മൾ ആവശ്യപ്പെടുന്നത്, നമ്മൾ ഭരണഘടനയ്ക്കോ അല്ലെങ്കിൽ രാജ്യത്തിന്റെ താല്പര്യങ്ങളോ ഇത് മാറ്റിവെക്കണം. ഇത് ഉചിതമായ സമയമല്ല. ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് 2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടിയാണ്. കൃത്യം. BJPയുടെ താല്പര്യം പ്രകാരം Yes. അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് അനുസൃതമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നതിനേക്കാൾ നമ്മൾ പറയേണ്ടത് ഭാരതീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ BJPയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് മാറിയിരിക്കുക.